അസ്സലാമു അലൈക്കും. മാനവരാശിയുടെ മുഴുവൻ അനുഗ്രഹമായി ജനിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് ഈ ഖാസിമിയ മസ്ജിദിൽ നടക്കുന്ന അന്നദാനങ്ങൾ എല്ലാവർക്കും ഒരു മാതൃകയാക്കുമാറാണ്. നമ്മുടെ ജീവിതങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യമായി ഓർക്കേണ്ടത് ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചാണ്. കാരണം പൊന്നാ നബിയുടെ ഭാര്യ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ നബിയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നബിയുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അത് ഖുർആനാണ് എന്നാണ് നബി സല്ലല്ലാഹു ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നത്. അപ്പോൾ ആ ഖുർആൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ നമുക്ക് ഈ ലോകത്ത് എല്ലാവിധ വിജയങ്ങൾക്കും കാരണമാണ്. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ പല പല ദുഃഖങ്ങളും വിഷമങ്ങളും ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോൾ നമുക്കതൊരു ഗുണപാഠം എന്ന നിലയിൽ നമ്മൾ ഉൾക്കൊള്ളാതെ വീണ്ടും നമ്മൾ പഴയ ചെളിക്കുണ്ടിലേക്ക് പോയി വീഴുന്ന ഒരു സമീപനമാണ് നമ്മളിലെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ഒരു ജന്മദിനത്തിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ ആ പൊന്നാരി നബിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെ മുറുകെ പിടിക്കാനും നമ്മൾ നോക്കണം. അത് നമ്മുടെ ജീവിതത്തിന് എല്ലാവിധ ഉയർച്ചയ്ക്ക് കാരണമാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഈ നബിദിനം അതിനൊരു കാരണമാക്കി തീർക്കട്ടെ. നമസ്കാരം. ന്യൂസ് കേരളം 24ലേക്ക് സ്വാഗതം. മയ്യനാട് പുല്ലിച്ചിറ കുന്നുംപുറം ഖാസിമിയ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ നബിദിനാഘോഷവും അന്നദാനവും സംഘടിപ്പിച്ചു. 100 കണക്കിന് ആൾക്കാർ പങ്കെടുത്ത നബിദിനാഘോഷ പരിപാടിയിൽ ഖാസിമിയ മസ്ജിദ് ചീഫ് ഇമാം ഷെരീഫ് മന്നാനി ദുആ മജ്ലിസിന് നേതൃത്വം നൽകി. ഖാസിമിയ മസ്ജിദ് പ്രസിഡന്റ് നഹാസ്, സെക്രട്ടറി ഹനീഫ്, ഭാരവാഹികളായ അബ്ദുൽ സലാം, തെങ്ങുവിള നാസർ, റിയാസ് കുന്നുംപുറം, ഷമീർ ബുക്ക് സ്റ്റാൾ എന്നിവരുടെ നേതൃത്വത്തിൽ അന്നദാനവും പായസ വിതരണവും നടത്തി. ഖാസിമിയ മദ്രസ കുട്ടികളുടെ വിവിധ മത്സരങ്ങളും നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് OTF.